friends, welcome to I Choose New World. ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഈ തണ്ണിമത്തൻ ജ്യൂസിന് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ടേബിൾ സ്പൂൺ കസ്കസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. കസ്കസ് നമ്മുടെ ശരീരത്തിന് നല്ല തണവ് നൽകും. അപ്പോൾ ഈ ചൂടത്തൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഒഴികെ ബാക്കി എല്ലാതും ഞാൻ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 4-5 ആൾക്കുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മിക്സിയുടെ ജ്യൂസ് ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എത്ര ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് തണ്ണിമത്തനും പാലും എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണ്ണിമത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് തണവോട് കൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പാല് തണുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണോളം കസ്കസ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കസ്കസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസ്കസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തണ്ണിമത്തൻ്റെ ചെറിയ പീസസ് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.